നമസ്കാരം. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത് നടക്കും. ശബരിമല വിശ്വാസം വികസനം എന്ന വിഷയത്തിൽ രാവിലെ സെമിനാറും ഉച്ചയ്ക്ക് ശേഷം ഭക്തജന സംഗമവും നടക്കും. ഭക്തജന സംഗമം മുൻ BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ശബരിമല കർമ്മസമിതിയാണ് പരിപാടിക്ക് പ്രധാനമായും നേതൃത്വം വഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞുവെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ഇതിന് തെളിവായി ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ പരിപാടി വൻ വിജയമാണെന്നും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തുവെന്നും ദേവസ്വം മന്ത്രി വിശദീകരിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ശബരിമല സംരക്ഷണ സംഗമത്തിൽ എത്ര കണ്ട് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് സഖാക്കൾ. രാവിലെ 3 സെഷനുകളിലായി സെമിനാറുകളും ഉച്ചയ്ക്ക് ശേഷം പൊതുസമ്മേളനവും നടക്കും. പന്തളം നാനാക് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 10-ന് വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സെമിനാറുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ KP ശശികല അധ്യക്ഷത വഹിക്കും. ജനറൽ കൺവീനർ SJR കുമാർ ദർശനരേഖ അവതരിപ്പിക്കും. തുടർന്ന് 3 വിഷയങ്ങളെ അധികരിച്ച് സെമിനാർ നടക്കും. അതേസമയം ശബരിമല സംരക്ഷണ സംഗമം വിജയമാകുമെന്ന് ശബരിമല സംരക്ഷണ സംഗമം പ്രസിഡന്റും പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ സെക്രട്ടറിയുമായ PN നാരായണവർമ്മ പറഞ്ഞു. പമ്പയിലെ സംഗമം വ്യത്യസ്തമായിരുന്നു. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭക്തർ വരും. പമ്പയിൽ അതല്ലായിരുന്നു സ്ഥിതി. പന്തളം കൊട്ടാരം എന്നും വിശ്വാസികൾക്കൊപ്പമാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കുക, സത്യവാങ്മൂലം തിരുത്തുക എന്നീ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നും PN നാരായണവർമ്മ പറഞ്ഞു. അതേസമയം ശബരിമല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനങ്ങളിൽ എത്തിയില്ലെങ്കിലും ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിജയമാക്കിയെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. SNDP യോഗത്തെയും NSSനെയും ഒരേ വേദിയിൽ അണിനിരത്താനായത് നേട്ടമായി. ചർച്ചകളിൽ പങ്കാളിത്തം തീരെ കുറഞ്ഞത് സംഘാടകർക്ക് ക്ഷീണമായി. തിരുവിതാംകൂർ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങിയത് ഒരു സ്റ്റേറ്റ്മെന്റായി കാണാം. വേദിയിൽ NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാറിന്റെ സാന്നിധ്യം ആ സ്റ്റേറ്റ്മെന്റിന് അടിവരയിട്ടുവെന്ന് CPM കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. ചില അനാവശ്യ നിർമ്മിതികൾ പൊളിക്കണമെന്നതിൽ കൂടുതൽ ഭേദഗതികൾ നേരത്തെ തയ്യാറാക്കിയ ശബരിമല മാസ്റ്റർ പ്ലാനിൽ വരുത്താനുണ്ടായില്ല. ആൾക്കൂട്ടം നിയന്ത്രണത്തിന് നിർമ്മിതി ബുദ്ധി ഉപയോഗിക്കണമെന്നതായിരുന്നു തീരുമാനങ്ങളിൽ മറ്റൊന്ന്. എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ 18-അംഗ സമിതി രൂപീകരിച്ച് സംഗമം പിരിഞ്ഞു. ചില പദ്ധതികൾ ഏറ്റെടുക്കാൻ ചിലർ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ പേരിപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു.